നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കറപ്റ്റഡാണ്, സിസ്റ്റമാറ്റിക് ഫെയിലിയറാണ്. ആൻഡ് ഇത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെ ഒറ്റക്കെട്ടായി നിന്ന് യു ഷുഡ് ക്വസ്റ്റ്യൻ ദ എൻറ്റയർ സിസ്റ്റം ആൻഡ് ദാറ്റ്സ് വാട്ട് ഇസ് ഹാപ്പനിങ് നൗ. അപ്പോൾ സോനം വാങ്ചുക്, പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ, യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ജന്തർ മന്ദർ, ഡൽഹി, വാട്ട്സ് ഹാപ്പനിങ്, ഇതാണ് ഈ ഒരു കോണ്ടൻറ്റ്. ഐ നോ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചുമ്മാ വന്ന് സംസാരിച്ച് പോകാൻ പറ്റുന്നൊരു വിഷയമല്ല. ഓക്കെ, ഹൈലി സെൻസിറ്റീവ്. സംസാരിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടിയും ക്ലാരിറ്റിയോടുകൂടിയും സംസാരിക്കണം. സോ ദാറ്റ്സ് വൈ ഐ ടുക്ക് ദിസ് മച്ച് ടൈം. പിന്നെ കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. അതിൻ്റെയൊക്കെ ബേസിസിൽ ഐ വാസ് വെരി 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 ഡൗൺ. സോ ഇതൊക്കെ പാടെ കൂടി റെഫർ ചെയ്തെടുക്കാൻ ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് ടൈം. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നടക്കുന്നത് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി അറിയുന്നുണ്ടാവും. ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ I am with every NEET aspirant peacefully demanding transparency, accountability and justice. That is my stand. Okay? ഒരു രാജ്യത്ത് പേപ്പർ ചോരുക എന്നൊക്കെ പറഞ്ഞ്, ക്വസ്റ്റ്യൻ പേപ്പർ ചോരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഹെഡായിട്ടുള്ള മിനിസ്റ്ററെ കൊണ്ട് പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഡെമോക്രസി ഹാസ് ഫെയിൽഡ്. പിന്നെ എന്തുകൊണ്ട് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ എന്തൊക്കെ നടന്നോട്ടെ, ഇയാൾ രാജിവെക്കാത്തതിൻ്റെ പ്രൈം റീസൺ വേറൊന്നുമല്ല. അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് തുടങ്ങിയാൽ നാളുകളിൽ ഇതുപോലെ ഇനിയും പേപ്പർ ചോരലും വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ അടുത്ത വരുന്ന ഇവർ കൊണ്ടുവരുന്ന ഒരു മന്ത്രിയും കൂടി എന്തുണ്ട് രാജി വെച്ച് പോകുന്നത് ഒരു പാറ്റേൺ ആയിട്ട് ഏറ്റെടുക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് വെരി സിമ്പിൾ, ഇനി എന്തൊക്കെ നടന്നാലും ഈ ചങ്ങായി രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ സോനം വാങ്ചുക്, എഞ്ചിനീയർ ടേൺഡ് എഡ്യൂക്കേഷണൽ റിഫോമർ, സ്പീക്കർ, ഇങ്ങേര് നിരാഹാര സമരം നടത്തുകയാണ്. അപ്പോൾ അതിൽ CJP, കോക്രോച്ച് ജനതാ പാർട്ടി, അഭിജിത് ദീപ്കെ, പിന്നെ അതിനുശേഷം ഇന്ന് നമ്മൾ രാഹുൽ ഗാന്ധി, അതുപോലെ ഒരുപാട് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും വരുന്നു പോകുന്നു. ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ആവശ്യം ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ. ഇതേപോലെ നീറ്റിൻ്റെ പേപ്പർ ചോർന്ന പോലെ വർഷാവർഷങ്ങളായിട്ട് ഇവിടെ പേപ്പർ ചോരുന്നതിന് അതിനൊരു വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് തിങ് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ പോയ ജീവനുകൾ 10-21 കുട്ടികൾ അവരുടെ ജീവൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇനി അത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെയാണ് ഇവിടെ സംസാരിക്കേണ്ട വിഷയങ്ങൾ എന്നുള്ളപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ എൻറ്റയർ സീനിൻ്റെ കോഴ്സ് തന്നെ മാറിപ്പോവുകയാണ്. മനസ്സിലായോ? എഡ്യൂക്കേഷൻ സിസ്റ്റം ഫിക്സ് ചെയ്യണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് മെല്ലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓരോരുത്തരും വന്നിട്ട് അവരവരുടെ പൊളിറ്റിക്സ് ഇതിൽ ഇൻവോൾവ് ചെയ്ത് മൊത്തം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയാൽ എന്താ ഗുണം എന്നറിയോ? ഭരിക്കുന്ന പാർട്ടിക്കാ ഗുണം, BJPക്കാ ഗുണം. അവർക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാം സാധനങ്ങൾ, പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്താം. ഈ പ്രൊട്ടസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഭാഡ്മേജ എന്തോ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ മോദി ഭക്തി മതി, എനിക്കെൻ്റെ ഹിന്ദു ഭക്തി മതി എന്ന് പറഞ്ഞ് നടക്കുന്ന വലിയൊരു മോസ്റ്റ് മെജോറിറ്റി അന്തം വിട്ട ഭക്തന്മാരുള്ള ഒരു നാട്ടിൽ ഇവർക്ക് ഈ പ്രൊട്ടസ്റ്റ് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നാളെ അവർക്ക് പറയാം ഈ നടന്ന പ്രൊട്ടസ്റ്റ് ഇത് ഹിന്ദുവിനെതിരെയാണ്, ഇത് ശ്രീരാമനെതിരെയാണെന്നൊക്കെ പറഞ്ഞോളൂ ഇവർ.
അതിനുള്ള പ്രൊപ്പഗണ്ട, അതിനുള്ള മീഡിയ മാനിപ്പുലേഷൻസ് അതവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം നമുക്ക് നോക്കാം. നീറ്റ് സ്കാം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണമല്ലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദെയർ. 22 ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത നീറ്റ് എക്സാമിന്റെ പേപ്പർ ലീക്ക് ആയത് ഇങ്ങനെയാണ്. ജയ്പൂരിലുള്ള 2 പേര് പേപ്പർ ലീക്ക് ചെയ്തിട്ട് മഹാരാഷ്ട്രയിലുള്ള ഒരു പ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു. ആ പ്രസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ആരും അറിയാണ്ട് സീക്രട്ടായിട്ട് ജയ്പൂരിലുള്ള വേറെ 2 പേർക്ക് ആ പേപ്പറിന്റെ കോപ്പി സെൻഡ് ചെയ്ത് കൊടുത്തു. ജയ്പൂരിൽ നിന്നും ആ പേപ്പർ പോകുന്നത് ഹരിയാനയിൽ വർക്ക് ചെയ്യുന്ന ഇതിന്റെ മിഡിൽ മാൻ ആയിട്ടുള്ള ഡോക്ടറിന്റെ അടുത്തേക്കാണ്. ഡോക്ടർ അവിടെ നിന്ന് നേരെ രാജസ്ഥാനിലേക്കുള്ള ഒരു കൺസൾട്ടേഷൻ കമ്പനിക്ക് പൈസയ്ക്ക് വേണ്ടി ആ പേപ്പർ കൈമാറി. പിന്നെ ആ പേപ്പർ പോയത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കായിരുന്നു. 30,000 മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുത്ത് വാങ്ങാൻ വേണ്ടി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആൻഡ് നാഗപൂരിലുള്ള ഒരു പയ്യൻ അത് വാങ്ങിയത് 28 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. ഈ പേപ്പർ എങ്ങനെ കേരളത്തിൽ എത്തിയെന്ന് വെച്ചാൽ രാജസ്ഥാൻ കൺസൾട്ടൻസിയുള്ള ഒരാളുടെ ഫ്രണ്ടാണ് കേരളത്തിൽ MBBS പഠിക്കുന്ന സ്റ്റുഡൻറ്റ്. അയാൾക്ക് നേരെ 30,000 രൂപയ്ക്ക് പേപ്പർ വിറ്റപ്പം ആ സ്റ്റുഡൻറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ വാട്സാപ്പിൽ കൂടെ അച്ഛന് ഫോർവേഡ് കൊടുത്തു. അച്ഛനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗേൾസ് PGയിലായിരുന്നു. അച്ഛനാണെങ്കിൽ ആ PGയിലുള്ള സ്റ്റുഡൻസിനെല്ലാം പേപ്പർ കൈമാറി. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എക്സാമിന്റെ തലേദിവസം, അതായത് മെയ് 2-ാം തീയതിയാണ്. എക്സാം കഴിഞ്ഞ് ഈ വൈറലായ പേപ്പറും ഒറിജിനൽ പേപ്പറും കൂടി കമ്പയർ ചെയ്ത കോച്ചിങ് ടീച്ചറാണ് ഈ കാര്യം ശ്രദ്ധിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു എന്ന് മാത്രമല്ല 90ഓളം ബയോളജി ക്വസ്റ്റ്യൻസും 45ഓളം കെമിസ്ട്രി ക്വസ്റ്റ്യൻസും സെയിം തന്നെയായിരുന്നു. പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ചെന്നെങ്കിലും റൂമേഴ്സ് സ്പ്രെഡ് ആക്കരുതെന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി. പിന്നെ അവർ NTA മെയിൽ അയക്കുകയും പിന്നീടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ചുരുക്കി പറഞ്ഞ രാവും പകലും ഇല്ലാണ്ട് പഠിച്ച 22 ലക്ഷത്തോളം പിള്ളേരുടെ കഠിനാധ്വാനം ഫുള്ള് വേസ്റ്റ് ആയി. ഈ കാര്യങ്ങൾ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സിസ്റ്റം വളരെ ഫെയിലാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാർ പുറത്തു നിൽക്കുന്നു, പൈസ കൊടുത്ത്. Okay, this is what happened with the NEET question paper. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നത് ഇവിടുത്തെ ആദ്യത്തെ കാര്യമൊന്നുമല്ല. 2021, 2026, 2024 കണ്ടിന്യൂസ്ലി കുറേ വട്ടം പല എക്സാംസിൻ്റെ പേപ്പേഴ്സ് ലീക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു തരം മാഫിയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ അത് സിസ്റ്റം അറിഞ്ഞുകൊണ്ടുള്ള മാഫിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത്ര അതിന് ആൻസർ ഉള്ളൂ, യെസ്. പിന്നെ ഇവിടുത്തെ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഈ നീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എക്സാം ആണെങ്കിലും കേട്ടോ, UGC, നീറ്റ്, എല്ലാ സാധനങ്ങളും എല്ലാ മേജർ എക്സാംസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വർഷങ്ങളുടെ കഠിനാധ്വാനമാണ്, രാപ്പകലില്ലാത്ത അധ്വാനമാണ് കുട്ടികൾ. അത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ കഴിഞ്ഞു കേട്ടോ മക്കളെ, ഇത് പേപ്പർ ലീക്കായിട്ടുണ്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ, റീനീറ്റ് അടുത്തത് തുടങ്ങാൻ പോവാണ്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇമോഷണലി ഡാമേജ് ആവുന്ന എത്ര ആൾക്കാരുണ്ടാവും. അന്ന് തന്നെ ഇത് ഭയങ്കര സീനായിരുന്നു. അതിനുശേഷം ഇവർ എന്ത് ചെയ്തു, രണ്ടാമതും എക്സാംസ് വെച്ച സമയത്ത് നിന്ന് അതിൻ്റെ കറക്റ്റ് ഇവാലുവേഷൻ നടത്തിയവർ അതുമില്ല. ഡിസ്ട്രോയിഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. മെൻ്റലി കുട്ടികൾ ഇല്ലാതാവുന്നൊരവസ്ഥയിലേക്കാണ് പിന്നെ ഇവിടുത്തെ സിസ്റ്റം ഫെയിലിയർ ഓരോ കുട്ടിയും കൊണ്ട് ചെന്നെത്തിച്ചത്. അതുകൊണ്ടാണ് 10-21 കുട്ടികൾ അവരുടെ ജീവൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇന്ന് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഓക്കെ, നീറ്റ് കാൻഡിഡേറ്റ്സിൻ്റെ സ്കോറിൽ വന്ന ഡ്രോപ്പിനെ കുറിച്ചും ഈ ഇവാലുവേഷനിൽ വന്ന മേജർ മിസ്റ്റേക്കുകളെ കുറിച്ചും പ്രൂഫ് അടക്കം എടുത്ത് കാണിക്കുന്ന ഒരു പാരൻറ്റും കുട്ടിയുടെ വീഡിയോ ഉണ്ട്. पहले जो नीट एग्जाम दिया था उसमें मार्क्स कितने थे? 619 या 20 तक ऐसे आ रहे थे। अरे अब मुझे बताओ कि ये आपकी OMR शीट है, री एग्जाम की है? हाँ, ये 13 जुलाई को ये OMR शीट हमें उनके ऑफिशियल पोर्टल पे वेबसाइट पे जारी किया जाता है। जो हमारा सीरियल नंबर है इसका, इसमें 772 टाइम्स में है। इसके बाद यहाँ सर 76 के बाद 77 नहीं है, उसके बाद सर 85 2 टाइम्स, 75 के बाद 176 नहीं है, 177 आ गया और 170 2 टाइम्स है। वहाँ यहाँ 170 और यहाँ पे 170 इन्विजिलेटर के सिग्नेचर से हमारे 1:30 बजे दिन में हुआ, जबकि होना नहीं चाहिए क्योंकि OMR हमें मिलती प्रोवाइड होती है 145 पे। चैलेंज पोर्टल दिया था NTA ने, उस पे हमने चैलेंज किया। मेरे OMR में 77 मिसिंग है और 85 2 बार है। लिखने के लिए जगह कम थी, इसलिए 2 का जो है उन्होंने जिक्र किया। हमारे को दूसरा OMR शीट जारी किया जाता है, यहाँ से नंबर चेंज हो जाते हैं OMR शीट के। ये 3824 हाँ। और यहाँ पर है 8838। इसमें अगर आप देखें तो 38288833। तो यहाँ पर पहले वाले पेज में 1:30 दोपहर का, यहाँ पे 2 बजे हो गया, ऐसे कैसे हो सकता है? 16 जुलाई को रिजल्ट आया है और 11:38 पर रिजल्ट घोषित किया गया। और आप देखिए मार्क्स आ रहे हैं 540, लेकिन OMR पे काउंट करके कितना आ रहा था? 609। तो हमें इससे संतुष्टि नहीं थी, हमें बार बार खोल के हम लोग देख रहे थे। 3 बार हम लोगों ने खोला तो 540 आए,
और जब चौथे बार हम लोगों ने खोला, ये डेट बदली हो गई क्योंकि रात का 2:34 पे, ठीक है। जब ये खुला तो 167 करा गया ये। अब आप देखिए यहाँ पर मार्क्स जो है 167 जो है लिखा हुआ आ रहा है। इसकी ओएमआर सीट है जो एनटीए ने हमारे को दिया है। ये इसे मैच करने से 609 आ रहे हैं मेरे ओएमआर से, और इसको मिलाने से 609 आ रहे हैं मेरे। एनटीए और शिक्षा मंत्री दोनों को दिया है। उनके पास से कोई भी मेल या कोई भी जवाब हमारे को नहीं मिल रहा है। बट हमें उनसे चाहिए, हमें पर्सनल मेल करके या ट्वीट करके, जैसे वो बताना चाहें वो। हम कोर्ट जाएंगे, फिर हम कोर्ट से अपना न्याय मांगेंगे कि हमारे को कोर्ट फिर न्याय दे। इसके बाद ये रिजल्ट खुलता है 540 का। നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രോപ്പർ ആയിട്ടൊരു കുട്ടികളുടെ ഇവാലുവേഷൻ നടത്താൻ പോലും പറ്റുന്നില്ല ഇവിടുത്തെ സിസ്റ്റത്തിന്. മാർക്കുള്ള വേരിയേഷൻസ് കണ്ടിട്ട് തന്നെ അവർ ഇല്ലാതായി പോകുന്നു. എടി എന്ത് സിസ്റ്റമാണ് ഇവിടെ റൺ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ് സോനം വാങ്ചുക് നിരാഹാര സമരം തുടങ്ങിയത്. ഇതുപോലുള്ള സിസ്റ്റം ഫെയിലിയേഴ്സ് അഡ്രസ്സ് ചെയ്യണം, അത് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യണം. ഇത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണ്ടേ? എത്ര മക്കളുടെ ജീവൻ പോകുന്നു, എത്ര മക്കൾ ജീവശവമായിട്ട് നടക്കുന്നു, എത്ര പാരൻസ് അവരുടെ കുടുംബം വിറ്റ് കുട്ടികളെ പഠിപ്പിച്ചവർ ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്ക് എത്തുന്നു. നാളുകളിലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതിയോ? നോ. അവിടെയാണ് ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വന്ന് നടക്കുന്നത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എന്താണ്, സോനം വാങ്ചുക്കിനെ ഒരു ആൻറ്റി നാഷണലായിട്ട് കാണിക്കണം. അതിനുവേണ്ടി ഇയാളുടെ ചൈന ബന്ധം, പാകിസ്ഥാൻ ബന്ധം, അങ്ങനെ പല പല ബന്ധങ്ങൾ, ഫണ്ട് എവിടെ നിന്ന് വരുന്നു, സോനം വാങ്ചുക്കാർ, അങ്ങനത്തെ പല ചോദ്യങ്ങളും ആൻറ്റി നാഷണലാണ് എന്ന് പറഞ്ഞ് കുറേയധികം റീലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു BJP ഭക്തരോടാണ്. ഇഫ് സോനം വാങ്ചുക് ഈസ് എൻ ആൻറ്റി നാഷണൽ, അയാൾ ഇന്ന് ഇന്ത്യയിൽ അവിടെ പോയിട്ട് ആ മറ്റേ നിരാഹാര സമരം കിടക്കും, ഒരു ആൻറ്റി നാഷണലിനെ, അതും മോദി ഭരിക്കുന്ന ഈ ഒരു BJP ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് രാജ്യത്ത് നിരാഹാര സമരം നടത്താൻ ഫ്രീ ആയിട്ട് വിടൂ? എത്തോടെ ChatGPT പോയിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഇയാൾ ആൻറ്റി നാഷണൽ ആണെന്നുള്ളത് കിട്ടുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ കിട്ടിയാൽ തന്നെ അതിൻ്റെ പ്രൂഫ് ChatGPT വെച്ചാൽ ChatGPT തരാണ്ടാവില്ല. മനസ്സിലായോ? എടാ ഇതിന് ലോജിക്ക് വേണ്ടേ? അതായത് എഗെയിൻ ഞാൻ ചോദിക്കുന്നു, ആൻറ്റി നാഷണൽ ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്ര ഫ്രീ ആയിട്ട് ഇറങ്ങി നടന്ന ഒരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ ഇയാൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കുമോ? എഗെയിൻ ഐ എം ആസ്കിങ് ദാറ്റ്. അതായത് എന്താ അറിയോ, BJPക്കെതിരെയും ഈ പറഞ്ഞ ഭക്തർക്കെതിരെയും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആൻറ്റി നാഷണൽ ആവും ഇവിടെ. അതാണല്ലോ അതിൻ്റെ സംഗതി. Sonam Wangchuk is an anti-national. This is not a BJP propaganda, but back in 2007, the then Congress government served a notice to Sonam Wangchuk for his anti-national connections with China and other anti-India forces. I may receive a lot of hate comments for publishing this video exposing Sonam Wangchuk, but I don't care. Sometimes the truth needs to be spoken for the nation's interest. All the claims made by me are verifiable. Don't trust me blindly. Do a Google search for yourself and come to a conclusion. I leave it to your best judgment. Sonam Wangchuk has a record of anti-India activities and anti-India speeches over the years. He openly praised Pakistan for granting autonomy for Skardu-Baltistan region, which is an Indian territory illegally occupied by Pakistan. Moreover, last year, he directly visited Pakistan for a so-called climate change event, Breathe Pakistan, organized by Dawn Media, the organization which is well known for its anti-India activities. In September 2025, Ladakh recorded a widespread violence and a chaotic situation in the region because of Sonam Wangchuk's provocative speeches. In September 2025, the Ladakh police arrested a Pakistani intelligence operative who was in a close connection with Sonam Wangchuk. This is some serious threat for national security. But the sad part is that Sonam Wangchuk was able to convince the majority of Indians that he is a social activist, climate activist, reformist, and an educationist. I am sorry to say he is none of the above. I pity those Indians, young Indians, who were convinced through paid PR that Sonam Wangchuk is actually fighting for you. No, the central government is about to amend the FCRA rules, after which Sonam Wangchuk cannot receive foreign funds as he wish. We are not branding each and every individual who is protesting against this government as anti-national. But unfortunately, all the anti-nationals are against BJP. In this democratic country, each and every individual has the right to protest. The government is answerable to its people. We welcome constructive criticisms to strengthen our country and our democracy. Yes, we need accountability. Yes, paper leaks cannot be allowed. ഇതുപോലുള്ള കുറേ അണ്ണന്മാരുണ്ട്. BJPക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്താൽ അത് ആൻറ്റി നാഷണലാണ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ വീഡിയോനകത്ത് ഇരുന്നിട്ട് ഇയാൾ പാകിസ്ഥാൻ ബന്ധമുള്ളതാണ്, ഇയാൾ ചൈനീസ് ബന്ധമുള്ളതാണെന്നൊക്കെ പറയും.
ബട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആൻറ്റി നാഷണൽ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഇത്ര ഫ്രീ ആയിട്ട് തുറന്ന് വിട്ടേ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിനുത്തരമില്ല. വാ വേട്ട വാ, സൂപ്പർ. ഓക്കെ, ഇനി ഈ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ 1-2 സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഈ പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കുറേ പോലീസുകാരും പിന്നെ ജവാനാണെന്നാണ് പറയുന്നത്, ബട്ട് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്ത കുറേ ആൾക്കാർ, ഐ മീൻ പേരില്ലാത്ത കുറേ ആൾക്കാർ, വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത പോലെ ഇവർക്ക് പേരില്ല. അത് കുറേ മീഡിയാസിലെടുത്ത് കാണിച്ചു. ഇതിൻ്റെ ഒരു ഉത്തരം ഇവരുടെ സീനിയർ ഓഫീസറോട് ചോദിച്ചപ്പോൾ കൊടുത്തത് കേട്ടോ. बहुत ब्रूटली बच्चों को पीटा गया, लाठियां चलाई गई, टीयर गैस फायर किया गया अनप्रोवोक्ड, तो उसके बारे में आप क्या कहेंगे? ऐसा कुछ भी नहीं हुआ, हमने कोई ब्रुटैलिटी नहीं किया है किसी के ऊपर भी. वीडियोस हैं उसके? हाँ, इन एक्शन ऑफ ड्यूटी इट हैपेंड इन स्टैम्पेड्स. जो स्टैम्पेड हुई उसी की वजह से चोटें आई है उनको. സ്റ്റാമ്പേഡിലാണ് കുട്ടികൾക്ക് ഈ പറഞ്ഞ പരിക്ക് പറ്റിയതെന്ന്. ആൻഡ് ഇവരുടെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തത് ചൂടായതുകൊണ്ട് നമ്പർ പ്ലേറ്റ് എടുത്ത് കളഞ്ഞതെന്നൊക്കെ പറയുന്നത് മാഡം. പോലീസുകാരുടെ കൂട്ടത്തിൽ തന്നെ ഫൈബറിലാത്തി പിടിച്ച് നിൽക്കുന്ന പോലീസുകാരായിട്ടുള്ള കുറേ ഗുണ്ടകൾ, അത് വേറെ. പ്രൈവറ്റ് ഏജൻസിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ഗുണ്ടകൾ വേറെ. പിന്നെ ഇങ്ങനെ പോവാണ് ഇതിനകത്ത്. പിന്നെ ഈ പ്രൊട്ടസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയ ദിയ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു, ദിയാസന 36 ഇത് അറ്റൻഡ് ചെയ്ത് അന്ന് രാത്രി തന്നെ എന്നെ വിളിച്ചിരുന്നു, സായി ഇവിടെ നടക്കുന്നതേ വേറെ കാര്യങ്ങളാണ്, അതിഭീകരമായിട്ടുള്ള അടിച്ചമർത്തൽ, കെമിക്കൽ കലർന്ന വെള്ളം, സ്മോക്ക്, ആകെ മൊത്തം ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നവരെ ഫിസിക്കലി മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള അടിച്ചമർത്തലുകളാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇനി രഞ്ജിനി ഹരിദാസ് ഇവർക്ക് സപ്പോർട്ടായിട്ട് ദില്ലി വരെ പോയി. അവിടുന്ന് അവർ മീഡിയനോട് സംസാരിച്ചിരുന്നു, ഓരോരോ ചാനലിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒട്ടകം പറഞ്ഞത് കേട്ടോ. ഇപ്പൊ സമരത്തോടുള്ള താല്പര്യമല്ല, പണത്തോടുള്ള ആർത്തിയാണത്. അവരൊക്കെ പണം മേടിച്ചെന്നാണോ സാറ് പറഞ്ഞു? എന്താ വിഷയം? ഞാൻ 100% രഞ്ജിനി അങ്ങനത്തെ ഒരാളാണോ ശരിക്കും? ഞാൻ രഞ്ജിനി ഹരിദാസായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധങ്ങളൊന്നുമില്ല, അങ്ങനെ ആളാണെന്ന് അറിയാൻ. പക്ഷേ എന്തോ ഒരു മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ആശാ വർക്കേഴ്സിൻ്റെ സമരവും കേരളത്തിൽ നിരവധി സമരങ്ങൾ നടന്നപ്പോൾ കാണാത്ത ആളുകൾ വളരെ പെട്ടെന്ന് ഓടി പാറ്റയാണ് പല്ലിയാണെന്ന് പറഞ്ഞ് പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമല്ലേ കാര്യം. അല്ല, പാറ്റേനെയും പല്ലീനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് വേറൊരു സഹജീവിക്കാണ്. അപ്പോൾ ഒട്ടകത്തിന് കാര്യം മനസ്സിലാവും. അതുകൊണ്ടാണോ ഇനി പറഞ്ഞത്? അറിയാൻ പാടില്ല. കാശ് മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്ഥിരമായിട്ട് കാശ് കൊടുക്കുന്നവരാവണമല്ലോ അവർ. കൊടുക്കൽ വാങ്ങൽ നടത്തുന്നവർക്കാണല്ലോ ഇത് ഈ ഡീലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുണ്ടാവുക. എന്ത് ഉളുപ്പില്ലാത്തവനാണ് മിസ്റ്റർ. അയ്യോ, ഉളുപ്പില്ലായ്മയ്ക്ക് ഒരു രീതിയൊന്നുമില്ലേ, അതങ്ങനെ പോകുന്നു. നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് നമ്മളെ ലാലേട്ടൻ്റെ മകൾ അവർ മായ മോഹൻലാൽ ഇവർക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു സ്റ്റോറി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ടൊവിനോ ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വളരെ കുറവ് സെലിബ്സാണ് കേട്ടോ ഈ കാര്യങ്ങളിൽ അവരുടെ ശബ്ദം റൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മീഡിയയിൽ ഡീപ് സ്റ്റേറ്റ് ഡൽഹിയിൽ ഇറങ്ങിയോ എന്നുള്ള രീതിയിലുള്ള ഐറ്റങ്ങളൊക്കെ ഒരു സൈഡ് കൂടി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അതൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ പറച്ചിൽ മാത്രമേ. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ കൗണ്ടർ ചെയ്യണമല്ലോ. BJP എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഡീപ് സ്റ്റേറ്റ് ആക്ടിവിറ്റി ആണോ, മനസ്സിലായോ? ഒരു നേപ്പാൾ ഇന്ത്യയിൽ കൊണ്ടുവരികയാണോ, ഇത് ഫണ്ട് ചെയ്തത് ആര്, ഇവിടുത്തെ റെജീം ചേഞ്ച് BJP അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടത്തുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കുറേ സാധനങ്ങൾ അങ്ങനെ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നീറ്റ് എക്സാമിനേഷൻ ഇഷ്യൂസ് നിന്ന് അത് എസ്കലേറ്റ് ആവുന്നു. ഇന്ത്യയിലെ ഫെയിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരെ സോനം വാങ്ചുക് പോയിട്ട് നിരാഹാരം കിടക്കുന്നു. പിന്നെ കോക്രോച്ചും ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ വരുന്നു, അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ അജണ്ട പരിപാടികൾ. ഇതിൻ്റെയൊക്കെ ഇടയിൽ വളരെ സെൻസിബിളായിട്ട് സംസാരിച്ചൊരു കുട്ടിയെ ഞാൻ കണ്ടു. देखिए, सरकार आती रहती है, जाती रहती है. कांग्रेस के टाइम पे भी बहुत सारी प्रॉब्लम्स थी, बीजेपी के टाइम पे भी बहुत सारी प्रॉब्लम्स है. आने वाली जो सरकार होगी उस टाइम पे भी प्रॉब्लम होगी. असली प्रॉब्लम ये है कि जब जनता अंधों की तरह सरकार की पूजा करने लगती है, सवाल नहीं पूछती है और ये सोचती है कि जो मोदी जी है
जो राहुल गांधी है वो गॉड है आपके। तो ये सबसे ज्यादा बड़ी प्रॉब्लम है। सरकार प्रॉब्लम है नहीं, जनता प्रॉब्लम है। गवर्नमेंट इज द रिफ्लेक्शन ऑफ द पीपल एंड पीपल आर फुलिश। वो पूजा कर रहे हैं अंधों की तरह। आप ये बताइए, आपको रिलीजन से जोड़ दिया गया, आपके सेक्स से जोड़ दिया गया, मुस्लिम हो या फिर कोई भी। मुझे हर रिलीजियस इंसान से प्रॉब्लम होती है, क्योंकि ना वो अपनी क्रिटिकल थिंकिंग पे काम कर रहे हैं, ना वो फिजिक्स की बात कर रहे हैं, ना वो लिटरेचर की बात कर रहे हैं, ना वो इंजीनियरिंग की, ना इनोवेशन की बात कर रहे हैं। वो क्या बात कर रहे हैं कि वो मस्जिद कब बना था, वो मंदिर कब बना था। तो ये देश का हाल है। 70 साल बाद अगर ये हाल है ना, तो हमें बहुत टाइम लगेगा अमेरिका, चाइना, इन जैसे देशों की तरह बनने के लिए। ദിസ് ഈസ് ദ പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് സാധനം. അതായത് ഇവിടെ രാഷ്ട്രീയം എന്നുള്ളതിലുപരി സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഭരിക്കുന്ന പാർട്ടിയുടെ അന്ധഭക്തന്മാരാവരുത്, ഒരു ലീഡറിൻ്റെ അന്ധഭക്തനാവരുത്. ദാറ്റ് ഈസ് ദ ഫാക്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ യൂത്ത്. പീപ്പിൾ ഹാവ് ദ പവർ. പവർഫുൾ പീപ്പിൾ അല്ല ഇവിടെ. മനസ്സിലായോ? പവർഫുൾ പീപ്പിളായിട്ട് പവർ പൊസിഷനിൽ ഇരിക്കുന്നവരല്ല. വി ഹാവ് ദ പവർ. നോർമൽ ഇവിടുത്തെ സിവിലിയൻസ് നമ്മളെ കയ്യിലാണ് പവർ ഇരിക്കുന്നത്. വി ഹാവ് ടു ഷോ ആ പവർ എന്താണെന്നുള്ളത്. അതെങ്ങനെ കാണിക്കണം? ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം കാണിക്കാൻ. മനസ്സിലായില്ല? ആ ചോദ്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വെക്കാൻ പറ്റണം. സോനം വാങ്ചുക് എന്ന് പറഞ്ഞ വ്യക്തി ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം വെച്ച ആ ഒരു പ്രൊട്ടസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇപ്പം അതിലേക്ക് കയറി വന്ന കുറേ എലമെൻറ്റുകൾ കാരണം വെരി അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ മെറിറ്റ്സ് ആർ ഗോയിങ് ഡൗൺ എന്നുള്ളതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റാണ് തമിഴ്നാട്. ഞാൻ ആദ്യമൊക്കെ CM വിജയിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഇയാളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്ത് ചെയ്യാൻ. ബട്ട് ദിസ് മാൻ, ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് പറയാം, ഇയാൾ തമിഴ്നാട്ടിൽ മാത്രം നിൽക്കാൻ പോകുന്ന ഒരു മുതലൊന്നുമല്ല. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഇത്ര വർഷം കൊണ്ട് ഉണ്ടാക്കി ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഒന്നും ആയിട്ടില്ല, ആവാൻ പറ്റുമെന്നുള്ളത് അറിയാൻ പാടില്ല. കാരണം ഇവിടെ ടോപ്പിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് BJPന്. ബട്ട് ഇയാൾക്കൊരു ചാൻസ് കിട്ടിയാൽ ഇയാളൊരു ഭീകരനാണ്. തമിഴ്നാട് CM വിജയ് അപ്പോയിൻറ്റഡ് ISRO സയൻറ്റിസ്റ്റ് ആസ് ചെയർമാൻ ഓഫ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ കരിക്കുലം കമ്മിറ്റി. ഞാനപ്പോൾ ഇതിങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടപ്പോൾ വിചാരിച്ചു ആദ്യം ചുമ്മാ ആരെങ്കിലും തള്ളിയതായിരിക്കും ഈ വിജയിൻ്റെ PR വേണ്ടിയിരുന്നോ. ഞാൻ പോയി ChatGPT ചോദിച്ചു, ഗൂഗിളിനോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയതാ ദ ചെയർമാൻ ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ ഈസ് എ ഹൈലി esteemed scientist widely recognized as a moon man of India for his leadership roles in the Chandrayaan 1 and Mangalyaan space mission. ഇദ്ദേഹത്തിനെയാണ് വിജയ് എന്ത് ചെയ്തിട്ടുള്ളത്? ചെയർമാൻ ഓഫ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ കരിക്കുലം കമ്മിറ്റി ആക്കി വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഹീ ഹാവ് എ വിഷൻ, ദിസ് മാൻ ഹാവ് എ വിഷൻ. ആൻഡ് ഇയാൾ ചെയ്യൂടെ. ഇയാളെപ്പോലുള്ള ലീഡേഴ്സ്, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് വി റിക്വയർഡ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു CM, ചിലപ്പോൾ നാളെ ഒരു പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ. ജോസഫ് വിജയ്. അത് ഈ കണ്ടന്റ് എനിക്ക് ഈ സാധനം എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് വെച്ചത്. ഓക്കെ. ഇനി ഇവിടെ ശ്രീജിത്ത് പണിക്കറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അങ്ങേര് ആസ് യൂഷ്വൽ വന്നു ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നു. വീഡിയോ തുടങ്ങി കുറച്ചെണ്ണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2.5 മിനിറ്റ് അടുപ്പിച്ചൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കേൾക്കണം. ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ടെറിട്ടറിയാണ്. അവിടെ പ്രത്യേകമായിട്ട് നിയന്ത്രണങ്ങൾ എല്ലാ സമയത്തുമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പാർലമെൻറ്റ് സെഷനിലുമാണ്. അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് മാർച്ചുകൾക്ക് ഒരു തരത്തിലും അനുമതി കിട്ടാനുള്ള സാഹചര്യമില്ല. അവിടെ അനുമതി ലഭിക്കാതെ തന്നെയാണ് CJP ഈ പാർലമെൻറ്റ് മാർച്ചുമായി മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകും. അതിനുശേഷം നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവൃത്തിയിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് അക്രമമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. കാരണം അവിടെ പോലീസിനെതിരെ കല്ലേറുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പോലീസ് തടയാനായിട്ട് വെച്ചിരുന്ന ബാരിക്കേഡുകൾ ഇവർ തള്ളിമറിച്ചിരുന്നു. അതിനുശേഷം വ്യാപകമായിട്ടുള്ള വാൻഡലിസമാണ് അവിടെ നടത്തിയത്. പോലീസിൻ്റെ വാഹനങ്ങൾ അടിച്ചു തകർത്തു. സ്വകാര്യ വാഹനങ്ങളും മറ്റ് പൊതുവാഹനങ്ങളും ഒക്കെ തന്നെ അവരടിച്ചു തകർത്തു. അതുകൊണ്ട് അവസാനം പോലീസിന് ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു. ചില സമയങ്ങളിലൊക്കെ തന്നെ അവർക്ക് കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ടതായിട്ട് വന്നു.
അക്രമികളായിട്ടുള്ള നിരവധി ആൾക്കാർക്കെതിരെ പല സ്ഥലങ്ങളിൽ പല FIRകൾ ഇടേണ്ടി വന്നിട്ടുണ്ട്. 110-ലധികം പോലീസുകാർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. 60 പ്രതിഷേധക്കാർക്കും പരിക്കു പറ്റി എന്നാണ് പറയുന്നത്. ഈ പരിക്കു പറ്റിയിരിക്കുന്നതിൽ 2 ഭാഗത്തും സ്ത്രീകളടക്കമുണ്ട്. അതായത് പോലീസിൻ്റെ ഭാഗത്ത് വനിതാ കോൺസ്റ്റബിൾമാരും പ്രതിഷേധക്കാരുടെ ഭാഗത്ത് വിദ്യാർത്ഥിനികളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികൾ ഉത്തരവാദിത്തത്തോടുകൂടി കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തിനാണ് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പോയത് എന്നുള്ളതാണ്. കൂടുതൽ അക്കൗണ്ടബിലിറ്റി കേന്ദ്ര സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കുക, പോലീസ് സംവിധാനത്തിൻ്റെ വാഹനങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുക എന്ന് പറയുന്നതും പോലീസുകാരെ കല്ലെറിയുകയും ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ജനാധിപത്യ മൂല്യമാണ് കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള ആൾക്കാരാണ് വിശദീകരിക്കേണ്ടത്. ഈ കാര്യത്തിൽ ഒരു കാരണവശാലും ഡൽഹി പോലീസിനെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. പോലീസിൻ്റെ വാഹനങ്ങളെല്ലാം തന്നെ തല്ലിത്തകർത്ത് പോലീസുകാർക്കെതിരെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതിന് ശേഷം അയ്യോ ഞങ്ങൾ വിദ്യാർത്ഥികളാണേ, ഞങ്ങളെ തല്ലാൻ പാടില്ലേ എന്ന രീതിയിലേക്കുള്ള ഇരവാദം ഉയർത്തുന്നത് ഒരു തരത്തിലുള്ള ആശാസ്യ നടപടിയുമല്ല എന്നതിനെക്കുറിച്ച് ഈ പ്രതിഷേധക്കാർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തന്നെയുമല്ല, റോഡ് തടഞ്ഞ് മറ്റുള്ള ആൾക്കാരുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനെ തടയുന്ന എല്ലാ തരത്തിലുള്ള സമരമാർഗങ്ങളും പ്രാകൃതമാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ളതല്ല. മറ്റുള്ള ആൾക്കാരുടെ ആവശ്യവും മാനുഷിക പരിഗണനയോടുകൂടി തന്നെ പരിഗണിക്കേണ്ടതാണ്. അവർക്കും പൊതുവഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അന്തസ്സുമെല്ലാം തന്നെ അവർക്കും നമ്മൾ അനുവദിക്കേണ്ടതാണ് എന്നുള്ള ഒരു സഹജീവി സ്നേഹവും കരുതലും പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അവരുടെ അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയാണ് കാണിക്കുന്നത് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. എൻ്റെ പൊന്ന് കേരട്ടൻ പണിക്കരേട്ടാ, നമുക്ക് ഡൽഹി പോലീസിനോടൊക്കെ ഇത്ര സ്നേഹമുണ്ടോ? കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നോക്കുന്നവർക്കറിയാം ഈ പ്രൊട്ടസ്റ്റ് എങ്ങനെ പൊട്ടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഇട്ടിട്ടാണ് പോലീസുകാരൻ്റെ ഇടയിൽ ഗുണ്ടകളെ കൊടുന്ന് നിർത്തിയത്. പിന്നെ ഒരു പ്രൊട്ടസ്റ്റ് സമാധാനപരമായിട്ട് പോകുന്ന പ്രൊട്ടസ്റ്റ് നമ്മൾ എത്ര സിനിമയും കണ്ടിട്ടുണ്ട്. ഈ സീൻ ഏതെങ്കിലും ഒരു ഗുണ്ടേൻ്റെ കയ്യിൽ ഒരു കല്ലും കൊടുത്ത് പോലീസുകാർക്കെതിരെ ഒരു കല്ലാണ് വീക്കി എറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ട് പൊളിച്ചോ തല്ലിക്കോ കുത്തിക്കോ എന്ന് പറയുന്നത് അതേ സെയിം സിനിമാറ്റിക് സീനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കുട്ടികൾ പോലും അറിയാതെ കുട്ടികളുടെ ഇടയിലേക്ക് കയറിക്കൂടിയ ഗുണ്ടാമാമന്മാരെ കൊണ്ട് നല്ല രീതിയിലുള്ള പരിപാടിയാണ് BJP ഭക്തന്മാരും ചെയ്യിച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പോലീസുകാർ അവിടെയുള്ള വണ്ടി അടിച്ച് തകർത്തു എന്ന് പറഞ്ഞാൽ ശരിയാണ്, പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് വണ്ടി അടിച്ച് തകർത്ത വിഷ്വൽസൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ഈ പ്രൊട്ടസ്റ്റിന് വന്ന ആൾക്കാരാണോ അതോ ഇവർ വേറെ ആരെങ്കിലും ഓർഗനൈസ് ചെയ്ത ഗുണ്ടകളാണോ? പോലീസുകാർ പ്രൈവറ്റ് വെഹിക്കിളിൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ച് പോകുന്ന എത്ര സീൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് നേരെ ലാത്തീൻ്റെ സൈഡിൽ മുള്ള് വെച്ച് അടിച്ച് കുട്ടികളെ ദേഹത്ത് പരിക്ക് പറ്റിച്ചിട്ടുണ്ട്. ഒരു പയ്യൻ ചുമ്മാ ഹെൽമെറ്റ് വെച്ച് ഓടിപ്പോകുന്നൊരു പയ്യനെ വട്ടം വെച്ച് കാല് വെച്ച് വീഴ്ത്തിയൊരു വിഷ്വലുണ്ട്. സാർ, പരിക്ക് പറ്റിയിട്ടുണ്ടാവും പോലീസിന്. ഓടുന്ന വഴിക്ക് പോലീസ് തല്ലിയും കുത്തി വീഴുമ്പോൾ കിട്ടിയതായിരിക്കും. കുട്ടികളെ അഖണ്ഡ നായാട്ട് ചെയ്തതൊന്നും ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല. ഓക്കെ, അത് വിട്. റോഡ് മൂപ്പർക്ക് പ്രശ്നമായി ഈ പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിൽ. മതപരമായിട്ടുള്ള ഓരോ ചടങ്ങുകൾക്കും കണ്ട എല്ലാ ദൈവത്തിൻ്റെ മറ്റേ പിടുതാപ്പും പിടിച്ച് ഇക്കണ്ട റോഡ് ഫുള്ള് നാട്ടിൽ മതത്തിൻ്റെ പേരിൽ റോഡ് അടച്ച് മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ വായിൽ പഴം തിരികിയിരിക്കുകയായിരുന്നു അത്രയും കാലം. ആണോ? ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ചോദിക്കാനുണ്ട് സാർ. നിങ്ങളുടെ സംഖ്യ മുഖം ഇങ്ങനെ പുറത്ത് ചാടുമ്പോൾ കുറേ ചോദിച്ച് മതിയായിട്ടുണ്ട്. മനസ്സിലായോ? ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യും. മനസ്സിലായോ? അതാണ് ശ്രീജിത്ത് പണിക്കർ. എങ്ങനെ ചെയ്തു വന്നാലും ലാസ്റ്റ് ഒരു സംഖ്യ വെളുപ്പിക്കൽ ഇയാളെ ഭാഗത്തുനിന്ന് ഉറപ്പിച്ചതാ. Dear Prime Minister, Sonam Wangchuk is dying, and I know that you know that dialogue isn't the end of democracy but the very foundation of it. Whilst I join everyone in the nation requesting him to stop his fast, I've started a petition to address the education emergency that we are facing, and I urge you in the interim to start dialogue. Having dedicated the past 15 years of my life to working with schools and engaging with young minds, I have witnessed firsthand the urgent need for systemic reform in the education sector. And before the internet brands me as Anbhakt or Godi Media, I would request you
to watch the video till the very end, so also check out my IG profile and most importantly, read the petition. Despite policy recommendations across decades, 68, 86 and the 2020 National Education Policy, we have consistently failed to allocate the advocated 6% of GDP to education. Left unchecked, this emergency will turn our demographic dividend into a demographic disaster. Sir, the CBSE and NEET paper leaks and the atmosphere brought about by Sonam Wangchuk's fast present a real opportunity to fix this, not through resignation of one minister, but through systemic and structural changes that will outlast any single term. My demand in 3 phases is this. Immediately form an apolitical educationist-led committee, independent of any political affiliation, to oversee examinations, fix the vulnerabilities that allow paper leaks, and this committee additionally will be tasked with making a 5-year strategic plan for education standards in the country. By February 2027, allocate the stipulated funds. Education is too often treated as a low priority subject within the concurrent list. Central and state governments must together commit to the funding levels of our own policies, which have called for this since 68. Raise teacher salaries so that we retain and attract qualified educators into a profession that actually creates every other profession. By 2029, fill all 10 lakh teacher vacancies. And most importantly, functioning girls' toilets in every government school should be there. Beti Padhao, Beti Bachao is a fine slogan, sir. But where will she use the bathroom in the meantime? To build a Viksit Bharat, we need an educated Bharat first. The sapling needs to be planted today, even though the bamboo will take years to grow. I request you to intervene, and I request everyone to sign and share this petition so that we can push together the change that we want to see. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാൻ കാരണം ഞാൻ ആക്ച്വലി കുറച്ച് ഈ വിഷയത്തിൽ ഇങ്ങനെ കുറേ റെഫറൻസുകൾ എടുത്ത സമയത്ത് ഋഷഭ് ഷായുടെ ഈ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതായത് വലിയ കെയോസ് ഇല്ലാതെ, ഭയങ്കര ഒച്ചയും വിളികളൊന്നും ഇല്ലാതെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എങ്ങനെ ഒരു റിഫോർമേഷൻ കൊണ്ടുവരാം, എങ്ങനെ ഈ കാര്യങ്ങളിലൊരു മാറ്റം, ഹൗ എന്നുള്ളതിന് ഒരു പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തൊരു പരിപാടി അല്ലേ. നമ്മൾ മാറ്റിവെച്ച എഡ്യൂക്കേഷൻ സിസ്റ്റം ഗ്രോ ചെയ്യേണ്ട ആ ഒരു ഇത്ര 6% എമൗണ്ട് അതുപോലും ഇംപ്ലിമെൻ്റ് ആവുന്നില്ല. 2-3-4% മാത്രമാണ് എല്ലാ കൊല്ലവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റും സെൻട്രലും കൂടി ഒരുമിച്ച് നിന്ന് പല രാജ്യങ്ങളും നിങ്ങൾ ട്രാവൽ ചെയ്താലൊക്കെ നിങ്ങൾക്കറിയാം, വെരി ബേസിക് സാധനമാണ് രാജ്യത്തൊക്കെ ഹെൽത്ത്, എഡ്യൂക്കേഷനൊക്കെ. ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേ പേടിയാണ് സത്യം പറയാം അല്ലേ. സർക്കാർ സ്കൂളുകളിൽ ഓക്കെ ഒരു പരിധി വരെയാ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്താണ്, എങ്ങനെ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുമോ ചിലവ്? ഒരു അച്ഛനും അമ്മയ്ക്ക് ഒരു കുട്ടിയുടെ ചിലവ് താങ്ങാൻ പറ്റുമോ? ഇപ്പം എന്നെ പഠിപ്പിച്ചതിൻ്റെ അച്ഛൻ്റെ അവസ്ഥ എനിക്കറിയാം. ഇപ്പം എന്താണ് അവസ്ഥ? ഒരു കുട്ടിക്ക് എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം, ഒരു പ്രൊഫഷണൽ ആവണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയുക, ആ അവസ്ഥയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രയും സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത്രയും ഫൈറ്റ് ചെയ്ത് നമ്മൾ വാങ്ങുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ, പക്ഷെ അതിലും സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പേപ്പർ ലീക്കാവുന്നു, റിസൾട്ട്സ് പബ്ലിഷ് ചെയ്താലും അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ, അങ്ങനെ പോകുന്ന ഈ ഒരു അട്ടർ ഫെയിൽഡ് സിസ്റ്റം, അതിനെ ചോദ്യം ചെയ്യണം, എന്നാലേ അത് മാറും. ഓക്കെ, ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ലാഭമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പപ്പറ്റോ നമ്മളാവാൻ പാടില്ല. ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ചോദിക്കേണ്ടത് ഈ സിസ്റ്റം ഫെയിലിയർ എങ്ങനെ മാറ്റാം എന്നുള്ളത് മാത്രം ചോദിച്ചു പോവാം. Okay, that's it guys.